സൺ നെക്സ്റ്റ് ആപ്പിലൂടെ നിങ്ങളുടെ ഇഷ്ടപരമ്പരകൾ സംപ്രേക്ഷണ ശേഷം തികച്ചും സൗജന്യമായി കാണൂ. ഉടൻ സൺ നെക്സ്റ്റ് ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ. മീരച്ചോട് പണ്ടത്തെക്കാളും ദേഷ്യം കൂടിയിട്ടുണ്ടെങ്കിൽ അതറിയാതെ വന്നു പോവും പെരുമാറ്റത്തില്. അമ്മ എന്തായാലും അച്ഛന്റെ മനസ്സൊന്നറിയാൻ ശ്രമിക്കേ. അത് ഞാൻ അറിഞ്ഞോളാം. അച്ഛൻ നിന്നോട് കമ്പനിക്കാരി വല്ലതും പറഞ്ഞിരുന്നോ? ഇല്ല. എന്താ അമ്മേ? ഇന്ന് രാവിലെ തന്നെ കൃഷ്ണമൂർത്തിയുടെ ഫോൺ വന്നിരുന്നു. അച്ഛന്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത് കൃഷ്ണമൂർത്തി ജോലി രാജിവെക്കാൻ പോവാണെന്നാ. അയ്യോ, അതെന്താ പറ്റി? അതൊന്നും അറിയില്ല മോളെ. പുതിയ ജനറൽ മാനേജറെ ഉടനെ കണ്ടെത്തണമല്ലോ എന്ന് അച്ഛൻ പറയുന്നത് കേട്ടു. ഞാൻ കരുതി എന്നോട് പറഞ്ഞു കാണുമെന്ന്. ആ വാ, ഇന്ന് ബ്രേക്ക്ഫാസ്റ്റിന് പൂരിയാ, നീയും കൂടി സഹായിക്കണം. ആ പിന്നെ ആ പൈപ്പ് നടച്ചേക്കേ. ഞാനങ്ങനെ രോഗി അവസരമൊന്നുമല്ല. ഈ ഓടവെള്ളം മുഴുവൻ ദേഹത്തോട്ട് കുത്തിക്കേറ്റിട്ട് പോയാ മതി എന്നാ ഡോക്ടർ പറഞ്ഞേ. ഞാൻ വിട്ടില്ല. ഇപ്പൊ പുറത്തിറങ്ങി പോകുന്നു പറഞ്ഞു. അയ്യോ, ഒറ്റ ദിവസം കൊണ്ട് അങ്ങ് മെലിഞ്ഞ് ഈർക്കിലി പോലെ ആയി പോയല്ലോ. ഇതിനൊക്കെ കാരണം ആന്റി എന്താ പറഞ്ഞു വന്നേ? അത് ആ മൂന്നാമത് വിളമ്പിയ പായസയില്ലേ, അതിനെന്തോ ഒരു കുഴപ്പമുണ്ടായിരുന്നു. അതാ ഇതിനൊക്കെ കാരണം. എന്റെ വയറും കേടായി. അവിടുന്ന് തടി കേടായില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. അമ്മേ, ഞാനൊന്ന് ഫ്രഷ് ആവട്ടെ. അച്ഛന് ഇനി ഉച്ചയ്ക്ക് ഊണ് കൊടുത്താൽ മതി, വേറെ പ്രശ്നങ്ങളൊന്നുമില്ല. ഞങ്ങളെയൊക്കെ പേടിപ്പിച്ച് കളഞ്ഞല്ലോ. എന്തിനാ ഏട്ടാ ലോഡ്ജിലും മുറിയൊക്കെ എടുത്ത് ഇങ്ങനെ? നിനക്ക് വേദനിച്ച എനിക്കും വേണ്ടത് അത് തന്നെയായിരുന്നു. നീയും കൂടെ എന്റെ ചങ്കി കുത്തിയില്ലേ? മൂത്ത പെണ്ണായാലും മതി എന്ന് പറഞ്ഞില്ലേ? എന്റെ സമ്മതമില്ലെങ്കിലും കല്യാണം നടക്കുമെന്ന് പറഞ്ഞില്ലേ? എന്നാ പിന്നെ കുടിച്ച് ചത്തേക്കാന്ന് ഞാനും കരുതി. ചേട്ടനെ പോലെ തന്നെ ദണ്ണ എനിക്കുണ്ട്. ഇതിനൊക്കെ കാരണക്കാരിയാ മീരയാ. ആ മൂദേവിയുടെ കാല് കുത്തിയപ്പോ തന്നെ ചേട്ടൻ ഹോസ്പിറ്റലായില്ലേ? ഓ, ഇനിയിപ്പൊ എന്തൊക്കെ ആപത്തുകൾ കേറി വരുവെന്തോ. വീണുകേ, കുടുംബത്തിലെ വിഷം കുത്തി വെക്കരുതേ. ഇല്ല ഇല്ല, ഞാൻ നിർത്തി. അറിയാത്ത കുട്ടി ചൊറിയുമ്പോ അറിയുന്നല്ലേ, നന്നായിട്ട് ചൊറിയുമ്പോ ചേച്ചിക്കും മനസ്സിലായിക്കോളും. തൽക്കാലം നീ ചൊറിയാതിരുന്നാ മതി. ഈ നേരത്തെ ആരാ പൂജാമുറിയില്? അത് അവളായിരിക്കും, ആ മീര. 11 മണിക്കാ ഉണർന്നത്. 11:30 കുളി, എന്നിട്ട് ഇതെല്ലാം കഴിഞ്ഞൊരു തട്ടിക്കൂട്ട് പൂജ. ആ മൂദേവീന്ദ്രന്റെ പൂജാമുറി കയറിയത്. ചെല്ലട്ടെ, അവക്ക് അങ്ങനെ തന്നെ വേണം. അയ്യോ ചേട്ടാ, വെറുതെ പ്രശ്നം ഉണ്ടാക്കരുത്. ആര് പറഞ്ഞു എന്റെ പൂജാമുറി കയറാൻ? ചേട്ടാ വേണ്ട. ചോദിച്ചത് കേട്ടില്ല നീ? അത് അമ്മയോട് ചോദിച്ചിട്ട് ഞാൻ. അമ്മയോ?
ഏതമ്മ? എന്റെ വീടാ. വലിഞ്ഞു കയറി വന്നവരൊന്നും ഈ പൂജാപുരിക്കകത്തോട്ട് കയറരുത്. വലിഞ്ഞു കയറി വന്നതോ? ഇത് നമ്മുടെ മരുമോളല്ലേ? അല്ല, ഇതല്ല. ഇവളെന്റെ മരുമോളല്ല. എന്താ സാർ? എന്താ പ്രശ്നം? നീയും കൂടെ വാ. നിനക്ക് നിശ്ചയം കഴിച്ച് തീരുമാനിച്ച പെണ്ണാണോ ഇവളെ? അവിടെ നടന്നതൊക്കെ അച്ഛനും കണ്ടതല്ലേ? ഹ, ചുമ്മാ നാടക ഡയലോഗ് പറയല്ലേ സാർ? നിശ്ചയം കഴിച്ച പെണ്ണാണെന്നൊരു പുതിയ ചോദ്യം. അല്ല, ഇവിടുത്തെ പുതിയ പ്രശ്നം എന്താ? പുതിയതായാലും ശരി പഴയതായാലും ശരി, ഈ വീട്ടിലെ ഒരു പ്രശ്നം ഉണ്ടാക്കേണ്ട നീയും നിന്റെ ഭാര്യയും കൂടെ. ഒരു കാര്യം ഞാൻ വ്യക്തമായിട്ട് പറയുക, ഇവളെ, ഈ മൂതവിയെ എന്റെ മരുമകളായിട്ട് ഈ ജന്മത്തെ ഞാൻ സമ്മതിക്കില്ല. പിന്നെയും ഇവളിവിടെ കഴിയുന്നുണ്ടെങ്കിൽ ആ രീതിയിൽ അല്ലാണ്ട് കഴിഞ്ഞാൽ മതി. മനസ്സിലാവുന്നുണ്ടോ നിനക്ക്? അച്ഛനോട് ഞാനും ഒരു കാര്യം പറയാം. ഈ വീട്ടില് എന്റെ ഭാര്യയായി തന്നെ മീര കഴിയും. മരുമകളായി കാണുന്നതും കാണാതിരിക്കുന്നതും ഒക്കെ അച്ഛന്റെ ഇഷ്ടം. എനിക്ക് ഈ വീട്ടിൽ എന്തെങ്കിലും അവകാശം ഉണ്ടെങ്കിൽ അതേ അവകാശങ്ങളോടെ എന്റെ ഭാര്യ ഈ വീട്ടിൽ കഴിയും. ആഹാ, ഇപ്പൊ രണ്ടാമത്തെ കാര്യമായി. അച്ഛനും മോനും ശത്രുക്കളായി ഇവള് കാരണം. വൃത്തികേട് ചലിക്കരുത്. നീ എന്താടാ എന്നോട് പറഞ്ഞേ? പറഞ്ഞത് തന്നെയാ. തമ്മിൽ അടുപ്പിക്കുന്ന വൃത്തികെട്ട സംസാരം നിർത്തിക്കോ. വാമീര, മനസ്സറിഞ്ഞ ഇന്നേ വരെ ഒരു തെറ്റും ഞാൻ ചെയ്തിട്ടില്ല. എന്നിട്ടും എനിക്ക് എന്റെ സ്വന്തം അച്ഛന്റെ സ്നേഹം കിട്ടാതെ പോയി. എവിടെയെങ്കിലും ഇവിടുത്തെ അച്ഛന്റെ സ്നേഹം എനിക്ക് വേണം അച്ഛൻ. വിളിക്കരുത്. അച്ഛനൊരു വാക്ക് എന്റെ മുഖത്ത് നോക്കി വിളിക്കരുത്. നീ ഓ എന്റെ മുന്നിൽ നിന്ന്. ചേട്ടൻ എന്താ ഭ്രാന്ത് പിടിച്ചോ? അതേടി, ഇപ്പോഴല്ല, ഇന്നലെ തന്നെ എന്റെ സമനില തെറ്റി. ഇനി അത് നേരെയാവണമെങ്കിൽ ഈ ബന്ധം എന്റെ മോൻ ഒഴിയണം. ദേവേട്ട, കഴിഞ്ഞതോർത്ത് സങ്കടപ്പെടാതെ വരാനിരിക്കുന്ന കാര്യങ്ങൾ നന്നായി ചെയ്യാനാ ശ്രമിക്കേണ്ടതെന്ന് ദേവേട്ടൻ എപ്പോഴും പറയാറില്ലേ? അത് മനസ്സിൽ നിന്ന് വിടു ദേവേട്ട. പറ്റുന്നില്ല മിനെ. അത്ര ആൾക്കാരുടെ മുമ്പിൽ വെച്ച് പ്രീതി ചോദിച്ചെന്റെ മനസ്സിലേക്ക് തികട്ടി വരുക. അച്ഛന്റെ ആശ നടക്കാൻ വേണ്ടി എന്റെ ജീവിതം തുലയ്ക്കണോ ഞാനെന്ന് അതവൾക്ക് മെല്ലെ പറയായിരുന്നില്ലേ മിനെ? എന്തിനായിരുന്നു അവൾ അത്രയും ഉറക്കെ? എന്റെ പൊന്ന് ദേവേട്ട, ഇതിങ്ങനെ ചിന്തിച്ചു കൂട്ടിയ ഒരു അന്തോ അവസാനവും കിട്ടാതെ പോവും. അതൊക്കെ കഴിഞ്ഞു.
ഇനി സമയത്തെ പുറകോട്ട് കൊണ്ടുപോയി വേറെ രീതിയിൽ കല്യാണത്തെ മാറ്റിമറിക്കാനൊന്നും കഴിയില്ലല്ലോ. നടന്നത് നടന്നു. രണ്ടാളും നമ്മുടെ മക്കളല്ലേ, ശത്രുക്കളല്ല. മീരയും ഗൗതമും തന്നെയാ ചേരേണ്ടത്. അതങ്ങനെ നടന്നത് ഒരു കണക്കിന് വളരെ നന്നായി. അതെന്താ നീ അങ്ങനെ പറഞ്ഞേ? ചേരേണ്ടവരാണെന്ന്. അങ്ങനെ പറഞ്ഞതല്ല. കല്യാണം കഴിഞ്ഞതിന് ശേഷം അവര് രണ്ടാളും വളരെ സന്തോഷത്തിലായിരുന്നു. അതുകൊണ്ട് പറഞ്ഞതാ. എല്ലാരും മൊത്തത്തിൽ എന്നോട് നന്ദിയോട് കാണിച്ചുകൊണ്ടിരിക്കുക. ഒരു വാക്കുപോലും പറയാതെ രാജേശ്വരി നാട്ടിലേക്ക് പോയത് കണ്ടില്ലേ? അങ്ങനെ കരുതണ്ട ദേവേട്ട. എന്റെ അടുത്ത് പറഞ്ഞു. ദേവേട്ടന് ഇഷ്ടമില്ലാതിരുന്നിട്ടും രാജ ഇവിടെ പിടിച്ചു നിന്നത് മീരയ്ക്ക് വേണ്ടിയാ. ഇപ്പോ അവൾക്കൊരു നല്ല ജീവിതം കിട്ടി. ഇനി ഈ വീട്ടിൽ എന്റെ ആവശ്യമില്ലെന്നും പറഞ്ഞാ പോയത്. ചില കാര്യങ്ങള് നടക്കാൻ പാടില്ലാത്തതായിരുന്നു. എന്നാ ചിലത് നടക്കാതെ പോയിരുന്നെങ്കിൽ എന്നേക്കുമായുള്ള സങ്കടത്തിന് കാരണമായേനെ. ജീവിതകാലം മുഴുവൻ പ്രീതി വേദന തിന്ന് കഴിയേണ്ടി വരുമായിരുന്നില്ലേ? ഒരിക്കൽ മനസ്സ് കൈമാറിയാൽ പിന്നൊരിക്കലും അത് മറക്കാൻ പറ്റില്ലെന്ന് എന്നേക്കാൾ നന്നായി ദേവേട്ടൻ അറിയില്ലേ? അതുകൊണ്ട് നടന്നതൊക്കെ നല്ലതിനാണെന്ന് സമാധാനിക്കാൻ ദേവേട്ട. ഗൗതമിനെ കൈവിട്ടു പോയതിൽ നിനക്ക് വിഷമമില്ലേ? കൈവിട്ടു പോയിട്ടില്ലല്ലോ. എന്തിനാ അങ്ങനെ നെഗറ്റീവായി ചിന്തിക്കുന്നത്? മീര നമ്മുടെ മോള് തന്നെയല്ലേ? അപ്പോ ഗൗതം നമ്മുടെ വീട്ടിലെ കുട്ടി തന്നെയല്ലേ? ദേവേട്ട, ഇനിയിപ്പോ നമ്മള് പ്രീതിയുടെ കാര്യങ്ങളിലേക്ക് കടക്കണം. അഖിലിനെ കുറിച്ചൊരു അന്വേഷണമൊക്കെ നടത്തി പ്രീതിയുടെ ആശ നിറവേറ്റുന്നതല്ലേ നല്ലത്? ഇപ്പൊ എന്റെ മനസ്സ് ബ്ലാങ്കായ അവസ്ഥയിലാണ്. എന്നെ ചിന്തിക്കാനോ തീരുമാനം എടുക്കാനോ ഒന്നും പറ്റുന്നില്ല. എനിക്ക് മനക്കരുത്തില്ലാത്തൊരു ഫീലിംഗ്. ഒക്കെ ഒന്ന് നേരെയാവട്ടെ. മനസ്സൊന്ന് ശാന്തമാകുമ്പോ ഒക്കെ വേണ്ടതുപോലെ നമുക്ക് ചെയ്യാം. ഈ സങ്കടം, കണ്ണീര്, ദേഷ്യം, ടെൻഷൻ തുടങ്ങിയ എല്ലാ രോഗങ്ങൾക്കുമുള്ള വാക്സിനാണ് പ്രണയം. പ്രണയത്തിന്റെ ബൂസ്റ്റർ ഡോസ് അടക്കം നമ്മൾ എടുത്തു കല്യാണത്തോടെ. ഇനി നേരത്തെ പറഞ്ഞ സുഖേട് നമ്മളെ ബാധിക്കാൻ പാടില്ല. അച്ഛന്റെ ഈ എടുത്തുചാട്ടമൊക്കെ കുറച്ചു കഴിയുമ്പോ താനെ അടങ്ങും. എനിക്ക് സങ്കടമുണ്ട്. അത് അച്ഛൻ അങ്ങനെ പറഞ്ഞതിലല്ല. രേണുകാന്റെ അവസാനം പറഞ്ഞത് കേട്ടില്ലേ? ഞാൻ കാരണം അച്ഛനും മോനും തമ്മിൽ തല്ലിയെന്ന്. അതിന് വേണ്ട വിധം ഞാൻ കൊടുത്തല്ലോ. അതങ്ങനെ ഒരു ജന്മം. എന്ന അപർണയോ ജെന്റിൽ വുമൺ. അതെ, അവസാന നിമിഷം മരുമോള് മാറി എന്റെ ഷോക്കിലെ അച്ഛൻ. അതങ്ങോട്ട് ഉൾക്കൊള്ളാൻ ഇതുവരെ അച്ഛന് കഴിഞ്ഞിട്ടില്ല. അമ്മയാണെങ്കിൽ നിന്നെ മുൻപേ തന്നെ മരുമകളാക്കിയതാ. അതാ അമ്മയ്ക്ക് സന്തോഷം. രേണുകാന്റിക്കാണെങ്കിൽ അപർണയുടെ കഴുത്തിൽ താലി വീഴാൻ വേണ്ടി പഠിച്ച പണി 18 പയറ്റി നോക്കി നടക്കാത്ത എന്റെ ചൊറിച്ചില്ല. അതവിടെ ഇരുന്ന് ചൊറിഞ്ഞോട്ടെ. ഇതൊന്ന് അഴിച്ചു തന്നെ. അയ്യോ, ഇത് പൂജിച്ച ചരടല്ലേ, അതെന്തിനാ അഴിക്കുന്നെ? ആ, കല്യാണം കഴിഞ്ഞ ഇതഴിച്ച് പുഴയിലിടണമെന്നാ പറഞ്ഞേ. അഴിക്കേ.
ഇനി നിന്റെ കൈങ്ങതാ. ഇതഴിക്കരുത്. അമ്മ കെട്ടിത്തന്നതാ. അച്ഛൻ എന്നോട് സ്നേഹം തോന്നാൻ വേണ്ടി. എന്റെ മോളൂട്ടി, ഈ മഞ്ഞച്ചരട് അച്ഛന് നിന്നോട് സ്നേഹം തോന്നാൻ വേണ്ടിയുള്ളതല്ല, നിനക്ക് എന്നോട് സ്നേഹം തോന്നാൻ വേണ്ടിയുള്ളതാ. യമുനാമ്മ അറിഞ്ഞിട്ടില്ല. ഈ ചരട് യമുനാമ്മയ്ക്ക് കൊടുത്തത് രാജേശ്വരി ചിറ്റയാ. രാജേശ്വരി ചിറ്റയ്ക്ക് കൊടുത്തത് അപർണ. അപർണയ്ക്ക് കൊടുത്തത് രേണുകാന്റി. റിലേ റേസ് പോലുണ്ടല്ലോ. ആ, മൊത്തം അപർണയുടെ പ്ലാനിങ് ആയിരുന്നു. പക്ഷേ ഇതൊന്നും ഞാൻ അറിഞ്ഞില്ലായിരുന്നു. ആ, രേണുകാന്റി ഈ ചരട് അപർണയ്ക്ക് കൊടുത്തത് അവളുടെ കൈ കെട്ടാൻ വേണ്ടിയാ. അവളെ അമ്മയെ പറ്റിക്കാൻ ഒരു ഡ്യൂപ്ലിക്കേറ്റ് മഞ്ഞ ചരട് സ്വന്തം കയ്യിൽ കെട്ടിയിട്ട് ഒറിജിനല് തന്റെ കയ്യിലെത്തിച്ചു. ഇത് കൊടുത്ത സ്വാമിജി പറഞ്ഞത്, ഈ നീല ചരടും മഞ്ഞ ചരടും ആര് കെട്ടിയാലും അവരുടെ കല്യാണം നടക്കുന്നു. ഈശ്വരാ, ഇതിന്റെ ശക്തിയാണോ അതോ പ്രീതിയുടെ കാമുകനാണോ നമ്മളെ ഒന്നിപ്പിച്ചതെന്ന് എനിക്കറിഞ്ഞൂടാ. ഏതായാലും ശരി, എന്റെ മീരക്കുട്ടി എനിക്ക് കിട്ടി. ആ, കല്യാണം കഴിഞ്ഞാ പിന്നെ ഈ ചരട് കെട്ടരുത്. രണ്ടും കൂടി പുഴയിലോ കടലിലോ എറിയണം. വൈകിട്ട് നമുക്കൊന്ന് കറങ്ങാൻ പോവാം. കൂട്ടത്തിൽ ഇത് കണ്ണാടി പുഴയിൽ ഒഴുകുകയും ചെയ്യാം. അമ്മേ. ഹലോ അമ്മേ. ആ മോളെ, സുഖായിരിക്കുന്നോ? അതെ അമ്മേ, സുഖായിട്ടിരിക്കുന്നു. അവിടെ അച്ഛൻ എങ്ങനെയുണ്ട്? പ്രീതിയെ വഴക്ക് പറഞ്ഞോ? ആ, കുറച്ചൊക്കെ. എന്തിനാ അവസാന നിമിഷം വരെ പറയാതെ ഒളിച്ചു വെച്ചെന്നൊക്കെ ചോദിച്ചു. എന്തിനാ അച്ഛനെ എല്ലാവരുടെയും മുൻപിൽ വെച്ച് അപമാനിച്ചെന്നൊക്കെ ചോദിച്ചു. സോറി അമ്മേ, ഞാനും തെറ്റുകാരിയാ. ഞാനും മറച്ചു വെച്ചില്ലേ. അച്ഛൻ എന്നോടുള്ള ദേഷ്യം കൂടിയോ? ഏയ്, അങ്ങനൊന്നും ഇല്ല മോളെ. അമ്മ അച്ഛനോട് പറഞ്ഞോ ഞാനും ഗൗതമും നേരത്തെ സ്നേഹത്തിലായിരുന്നു? അയ്യോ ഇല്ല മോളെ, അതിനെ അച്ഛനോട് പറയാതിരിക്കുന്ന തന്നെയാ നല്ലത്. ഒരു ഗുണവും കിട്ടാനില്ല. ചിലപ്പോ വലിയ ദോഷം സംഭവിക്കും. ആ, അത് പോട്ടെ. നിങ്ങളെ വിരുന്നിന് ക്ഷണിക്കാനാ ഞാനിപ്പോ വിളിച്ചത്. ഗൗതം അടുത്തുണ്ടോ? ഉണ്ടെങ്കിൽ ഒന്ന് ഫോൺ കൊടുത്തേ. ആ, ഉണ്ടമ്മേ. ഗൗതം, ഹലോ അമ്മേ, ഗൗത. ആ മോനെ, വിരുന്നിന് ക്ഷണിക്കാനാ ഞാൻ വിളിച്ചത്. ദേവേട്ടൻ പുറകെ വിളിച്ചോളും. സമയവും ദിവസവും ഒന്നും പറയണമെന്നില്ല. നിങ്ങളുടെ സൗകര്യം പോലെ എപ്പോ വേണമെങ്കിലും ഇങ്ങി പോരെ. ആ, വന്നാ 2-3 ദിവസമെങ്കിലും നിന്നിട്ടേ പോകാവൂ. വേണമെങ്കിൽ എല്ലാവരെയും കൂട്ടിക്കോ. അത് നോക്കിട്ട് ഞങ്ങൾ വിളിക്കാം. ഉം. ദേവൻ സാറ് ഒരു നോർമൽ അവസ്ഥയിലേക്ക് തിരിച്ചു വന്നോ? ഇല്ല ഗൗതം, അതിനെന്തായാലും കുറച്ച് ദിവസം എടുക്കും. അതൊന്നും സാരമില്ല. നിങ്ങൾ എന്തായാലും വാ. ശരിയമ്മേ, ഞാൻ മേരിക്ക് കൊടുക്കാം. ഞങ്ങള് വന്നോളാം അമ്മേ. ആ മോളെ, ഗൗതമിന്റെ അച്ഛന് എതിർപ്പായിരുന്നല്ലോ. നിന്നോട് അതിന്റെ ദേഷ്യം വല്ലതും കാണിക്കുന്നുണ്ടോ? ഏയ് ഇല്ലമ്മേ. ഗൗതമിന്റെ അച്ഛൻ സ്നേഹത്തോടെ തന്നെയാ പെരുമാറുന്നത്. ഇവിടെ എല്ലാവരും നല്ല സ്നേഹത്തിലാ. അപർണയാണെങ്കി എപ്പോഴും ഓരോ തമാശ കാട്ടും. ഞാൻ പൂജാമുറിയിലെ വിളക്ക് കത്തിച്ചു. എല്ലാരും വന്ന് തൊഴുതമ്മേ. ആശ്വാസായി മോളെ. വലിയ പേടിയായിരുന്നു എനിക്ക്. അച്ഛൻ വിളിക്കുന്നു. നിങ്ങൾ എന്തായാലും പെട്ടെന്ന് വരണേ. ശരിയെന്നാ.
അപ്രിയ സത്യം പറയരുത് എന്നൊരു തിയറിയുണ്ട്. അതായിരിക്കും ഇപ്പൊ എടുത്ത് പ്രയോഗിച്ചത് അല്ലേ? വെറുതെ അമ്മ എന്തിനാ സങ്കടപ്പെടുത്തുന്ന? അത് തന്നെ എന്റെയും തിയറി. ഇനിയിപ്പോ എനിക്കൊരു പുതിയ ദൗത്യമുണ്ട്. എന്ത്? നോ ഐഡിയ? ആ എങ്കിൽ പറയാം. ഒരു CID വർക്ക്. ആരാണ് ഈ അഖിൽ? എന്താണ് അയാളുടെ ജോലി? വീടെവിടെ? കുടുംബത്തിൽ ആരൊക്കെയുണ്ട്? കണ്ടുപിടിക്കും ഞാൻ. ഈ അഖിലൊരു കാര്യം ഏറ്റെടുത്താൽ അത് ഏത് വിധേനയും നടത്തും. ദ ബെസ്റ്റ് റിവെഞ്ച് ഈസ് മാസീവ് സക്സസ് എന്നൊരു കോട്ടിംഗ് ഉണ്ട്. വമ്പൻ വിജയം നേടുന്നതാണ് ഏറ്റവും നല്ല പ്രതികാരം. ഇതെന്നെ പഠിപ്പിച്ചത് എന്റെ കുഞ്ഞമ്മയാണ്. ഞാനിപ്പോ ആ വഴിയില്ല. കുഞ്ഞമ്മയ്ക്ക് വേണ്ടി മാത്രമല്ല, നിനക്ക് വേണ്ടിയും കൂടിയാ. യെസ് മൈ ഡിയർ, ഐ വിൽ ബി എ മാസീവ് സക്സസ്. ഹേയ്, നമ്മുടെ പ്ലാനിങ് ഇതിന്റെ ഭാഗമാണ്. എന്തായാലും വിശ്വാസം നേടിയെടുക്കല പ്രധാനം. അത് കിട്ടാൻ സമയമെടുക്കും. നന്നായി അധ്വാനിക്കേണ്ടിയും വരും. കൂട്ടത്തി മറ്റവന്റെ മോന്തയ്ക്കിട്ട് കറുത്ത ചായം പൂശയും വേണം. ആ ബെസ്റ്റ്. നിനക്ക് അവിടെ നിന്ന് പറഞ്ഞാൽ മതിയല്ലോ. ചൂണ്ടയാണെങ്കിലും വലയാണെങ്കിലും അതുകൊണ്ട് ഇറങ്ങേണ്ടത് ഞാനാ. നീ ഫോൺ വെച്ചേ. ഞാൻ എന്റെ പ്രിയ കാമുകയെ വിളിച്ച് കുറച്ച് ഷുഗർ അപ്ലൈ ചെയ്യട്ടെ. കൂട്ടുമാറാതിരിക്കാൻ കണ്ണിൽ എണ്ണ ഒഴിച്ച് നീ തന്നെ കാത്തിരുന്നു. ഓക്കെ, ബൈ. യെസ്, പറഞ്ഞോട്ടെ. ഓ, ഹൈലി ഒഫീഷ്യൽ ആണല്ലോ. ആണ്. നമ്മൾ അങ്ങനെയാണല്ലോ. പരിചയക്കാരെന്ന വീട്ടിൽ നിന്ന് പുറപ്പെടുകയും ചെയ്തു, ക്ലോസ് ഫ്രണ്ട്സ് എന്ന തറവാടിലേക്ക് എത്തുകയും ചെയ്തില്ല. ഇതല്ല നമ്മുടെ അവസ്ഥ. പ്രീതി പ്ലീസ്, എന്നെ ഇങ്ങനെ ശ്വാസം മുട്ടിക്കല്ലേ. നീ ഒരു സാഡിസ്റ്റ് ആണോ? മറ്റുള്ളവരുടെ വേദന കണ്ടാൽ സന്തോഷിക്കുന്ന സാഡിസ്റ്റ്. ചിലപ്പോഴൊക്കെ ഞാൻ അങ്ങനെയാ. ഇത്രയും നാള് ഞാൻ ഗൗതമിനെ സങ്കടപ്പെടുത്തി. Now that game is over.